ഹായ് ഹലോ. കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പലവിധ തിരക്കുകളിൽ പെട്ടു പോണതാട്ടോ. നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കാൻ ഉള്ള വിഷയങ്ങളുണ്ട് നമുക്ക് ചുറ്റും. പക്ഷെ ഞാനിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത് സൂയിസൈഡിനെ കുറിച്ചാണ്. നമ്മുടെ കേരളം ഇന്ന് സൂയിസൈഡിൽ ഏറ്റവും മുൻപന്തിയിലാണ്. അതും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം. എന്തുകൊണ്ട് അതുണ്ടാകുന്നു, അല്ലെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദികൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ കേട്ടായിരുന്നത്, അല്ലെ? അതും മുതിർന്നവര് യാതൊരു നിവൃത്തിയുമില്ലാതെ വരുമ്പോൾ മാത്രമാണ് അവർ അങ്ങനെ ഒരു രീതിയെ കുറിച്ച് ആലോചിച്ചായിരുന്നു, മാർഗത്തെക്കുറിച്ച് ആലോചിച്ചായിരുന്നത്. ഇപ്പം അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ലാണ്ടായി. നടന്നു തുടങ്ങിയ കുട്ടി മുതൽ വയസ്സായവർ വരെ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പലവിധ മാർഗങ്ങൾ അവരതിന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു തുടങ്ങി. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും അതിനൊരു പരിധി വരെ കാരണമാണ് കേട്ടോ. നമ്മുടെ കുട്ടികളിൽ ആ സൂയിസൈഡ് അറ്റംപ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. പിന്നെ അവരുടെ പ്രായത്തിൽ അധികം അവർക്കുണ്ടാകുന്ന സ്ട്രെസ്, ടെൻഷൻ, മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ, അവരെ പോലെ ആകാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ഓവർ ടെൻസ്ഡ് കാര്യങ്ങളാണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നവരിൽ നമ്മൾ മുതിർന്നവരാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം മറ്റുള്ളവരുമായുള്ള കമ്പാരിസൺ. പഠനത്തിൽ മാത്രമല്ല കേട്ടോ, നിറത്തിൽ, പഠനത്തിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടണു എന്നുള്ളതിൽ. എന്തിന്? മനുഷ്യരെല്ലാവരും തുല്യരല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരേ ഗ്രൂപ്പിൽ ചെന്ന് പെടണതല്ലോ. ഉയർന്ന ജാതി, കീഴ്ജാതി, കറുത്തവൻ, വെളുത്തവൻ, ഭംഗിയില്ലാത്തവൻ, മുഖഭംഗിയുള്ളവൻ, അങ്ങനെ എന്തിന് നമ്മൾ കമ്പയർ ചെയ്യണു? എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ? നമ്മൾ അപ്പടി കഴിവുള്ളവരാണ്, നല്ല സൗന്ദര്യമുള്ളവരാണ്, ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്, നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. എങ്കിലും നമുക്കൊരാപത്ത് വന്നാൽ, നമ്മൾക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥയിൽ ആരാ നമ്മളെ സഹായിക്കുക? ഒരു താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ തീരെ കഴിവില്ലാത്ത, കറുത്ത, വളരെ വൾഗറായിട്ടുള്ള ഒരാളാണ് നമ്മളെ നേരത്തെ സഹായിക്കാൻ വരുന്നതെങ്കിൽ നമ്മൾ പറയും, ഏയ് എൻ്റെ ജാതിക്കാർ അല്ലെങ്കിൽ എൻ്റെ അതേ ലെവലിലുള്ളവർ വന്നാലും ഞാൻ കൂടെ വരുള്ളൂ എന്ന് നമ്മൾ പറയും? ഇല്ല. ആ സമയത്ത് ആരെങ്കിലും വരട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുക? ആരെങ്കിലും വിചാരിക്കും നമ്മളൊരു ആക്സിഡന്റ് പെട്ട് ഇപ്പൊ പോവോ പിന്നെ പോവോ എന്ന് വിചാരിച്ച് കിടക്കുകയാണ്. അപ്പൊ നമ്മളെക്കാളും വളരെ ലോ ലെവലിലുള്ള ഒരാളാണ് ആ സമയത്ത് വഴിക്കൂടെ വരുന്നതെങ്കിൽ നീ എന്നതുകൊണ്ടാ എൻ്റെ ആൾക്കാർ വരട്ടെ എന്നിട്ട് ഞാൻ പൊക്കോളാം എന്ന് നമ്മൾ പറയും? ഇല്ല, അല്ലേ? ബൈബിളിൽ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്, നല്ല സമരിയാക്കാരൻ്റെ കഥ. ക്രിസ്ത്യൻസിന് അത് വളരെ ഫെമിലിയർ ആയിരിക്കും. ആ കഥയിൽ അപകടത്തിൽപ്പെട്ട് കിടന്ന ഒരാളെ സഹായിച്ചത് ഒരു വിജാതീയനാണ്. അയാളുടെ ഏജ് ഗ്രൂപ്പോ അയാളുടെ ജാതിയോ ഒന്നുമല്ല, പക്ഷെ അയാൾ സഹായിക്കാൻ കാണിച്ച ആ സന്മനസ് കൊണ്ടാണ് ആ അപകടത്തിൽപ്പെട്ട് കിടന്ന ആള് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യരെല്ലാവരും. പഠിക്കുന്ന കുട്ടികളാകട്ടെ, ജോലി ചെയ്യുന്നിടത്താകട്ടെ, വീട്ടിലാകട്ടെ, അവരവരുടെ മാക്സിമം ചെയ്യട്ടെ എന്ന്. എന്തിനു മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നു? എന്തിനവരെ മുറിവേൽപ്പിക്കുന്നു? അവർ ചിലപ്പോൾ നാളെ നല്ലൊരു പൊസിഷനിൽ എത്തുന്നതായിരിക്കും, അല്ലേ? നല്ല ജാതിയിൽ, നല്ല നിറത്തിൽ, നല്ല സൗന്ദര്യത്തിൽ ഇരുന്നുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിക്കപ്പെടണമെന്നില്ല. ചിലപ്പോൾ കഴിവുകൊണ്ടും അംഗീകരിക്കപ്പെടുന്നവരുണ്ട്. അത് നമ്മുടെ ഒരു മോശം വാക്കുകൊണ്ട് ഇല്ലാണ്ടാകരുത് കേട്ടോ. നമ്മളതിന് ദൈവത്തിന് മുൻപിൽ ഉത്തരവാദികളാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവർ ചെയ്തോട്ടേനെ. എന്തിനവർ ഇടിച്ചു താഴ്ത്തുന്നു? അല്ലെങ്കിൽ നമ്മളെക്കാളും സൗന്ദര്യം കുറവായിരിക്കും, കീഴ്ജാതിയായിരിക്കും, കാണാൻ ഭംഗിയില്ലാത്തവരായിരിക്കും, വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും. എന്തുമായിക്കോട്ടെ, ആ ആൾക്ക് ആ പൊസിഷനിലെത്താൻ അർഹതയുണ്ടെങ്കിൽ നമ്മളായിട്ട് അത് തട്ടിത്തെറിപ്പിച്ച് കളയരുത് കേട്ടോ. ഇന്ന ലെവലിൽ നിന്നില്ല, ഇന്ന ഗ്രൂപ്പിൽ നിന്നില്ല, ഇന്ന ജോലിയിൽ നിന്നില്ല. അധ്വാനിച്ച് സ്വയം ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു ലെവലിലെത്താൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുകൾ, നന്മകൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ആ കുട്ടിക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതുകൊണ്ട് ഒരു നന്മ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലേ? നമുക്കതുകൊണ്ട് വേറെ പ്രോഫിറ്റ് ഒന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ അവരെ സഹായിച്ചു എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിന് നമുക്ക് മറ്റൊരു രീതിയിൽ ദൈവം നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു വ്യക്തി നമ്മളെ ഓർക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.